ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പൊതുവെ എല്ലാവരും കാറൊക്കെ വിട്ട് XUV-യിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കോമ്പാക്റ്റ് XUV എല്ലാവരും സ്വപ്നം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വാഗൺ എന്ന് പറയുന്നത് നിസാൻ്റെ മാഗ്നറ്റ് എന്നുള്ള വണ്ടിയാണ് കേട്ടോ. കുറച്ച് ദിവസമായി നമുക്ക് ഈ വണ്ടി കിട്ടിയിട്ട്, പക്ഷേ നമുക്ക് റിവ്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഓടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എങ്ങനെയുണ്ട് വണ്ടി എന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം മാഗ്നറ്റിൻ്റെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ CVT മോഡലാണ് കേട്ടോ. CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്, അതാണ് ഈ മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങളും അതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് നിസാൻ്റെ ലോഗോ നല്ല എല്ലാ വണ്ടിക്കും കൊടുക്കുന്ന പോലെ തന്നെ ഒരു ലോഗോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രില്ലാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഡാക്സിൻ്റെ വണ്ടി കാണുന്ന പോലെ ഒരു ഗ്രില്ലാണ്, പക്ഷെ എന്നാലും താരതമ്യേന ഭംഗിയുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റ് അതിൻ്റെ പേര് തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്നു. കൂടാതെ ഹെഡ്ലൈറ്റ് ഭംഗിയുണ്ട്, ഹെഡ്ലൈറ്റിന് കുഴപ്പമൊന്നുമില്ല. L ഷേപ്പിലുള്ള ലാമ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റിൻ്റെ അടിയിലൊരു സിൽവർ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്കിൽ തന്നെ ഒരു സിൽവർ കളർ ചേഞ്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ വരികയാണെങ്കിൽ ഇത് ഡുവൽ കളറാണ് കേട്ടോ. മേലെ ടോപ്പ് ബ്ലാക്കും പിന്നെ റെഡും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ സൈഡ് മിറർ വന്നിട്ടുണ്ട്. സൈഡ് മിറർ എന്ന് പറയുന്നത് സൈഡിൽ തന്നെ മിററിൽ തന്നെ ഇൻഡിക്കേഷനും കൂടി കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ നിസാൻ്റെ ലോഗോയും മാഗ്നറ്റ് എന്നുള്ള പേരും ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സൈഡിൽ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചാവി ഉണ്ടെങ്കിൽ, ഇത് റിമോട്ട് പോലത്തെ ചാവി ആയതുകൊണ്ട് തന്നെ ചാവി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാനും ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ടും ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡയമണ്ട് കട്ട് ടൈപ്പ് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നല്ല ഭംഗി എന്ന് തന്നെ പറയാം. മറ്റുള്ള വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുണ്ട്. ബ്രേക്ക് ലൈറ്റ് കൂടെ ചേർന്ന് കയറി നിൽക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഒരു ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ബീഡിങ്ങിൻ്റെ മുകളിൽ നിസാൻ്റെ എംബ്ലത്തിൻ്റെ താഴെ വണ്ടിയുടെ പേര് മാഗ്നറ്റ്. ടെർബോ എഞ്ചിനാണ്. അതുപോലെ തന്നെ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ CVT കൊടുത്തിട്ടുണ്ട്. ബേസ് ടോപ്പ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലായതുകൊണ്ട് തന്നെ ബാക്കിൽ വൈപ്പർ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നുകഴിയുമ്പോൾ ഒരു സ്പോയിലർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആൻറ്റിന. അതുപോലെ തന്നെ ടോപ്പിൽ വന്നിരിക്കുന്ന സാധാരണ വണ്ടികളുടെ ഒക്കെ കുറച്ച് ഹൈറ്റ് കൂടിയ റെയിലായിരിക്കും വരിക. പക്ഷേ ഇത് ബോഡിയോട് ചേർന്നിരിക്കുന്ന റെയിലാണ് കൊടുത്തിരിക്കുന്നത്. താരതമ്യേന ഭംഗിയുണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നമ്മുടെ ഡോറ് കഴിഞ്ഞിട്ടും ഒരു സെപ്പറേറ്റ് പീസ് ക്വാർട്ടർ ഗ്ലാസ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 360 ക്യാമറയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല ബാക്കിലേക്ക് റിവേഴ്സ് എടുക്കുമ്പോഴൊന്നും ടെൻഷൻ ഇല്ലാതെ തന്നെ റിവേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 205 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 16 ഇഞ്ചിൻ്റെ ടയറാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം
ഹൈ ക്ലിയറൻസോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കുഴിയിലോ കേരളത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട്, നല്ല കാര്യം. എന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ അത്യാവശ്യം വലിയ കുഴിയിൽ ഇറങ്ങി കയറാനോ ഒക്കെ നമുക്ക് പേടിക്കാതെ തന്നെ അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട കുഴിയിലൊക്കെ ഇറങ്ങി വണ്ടി കയറി പോരും. ഡിക്കിയിലേക്ക് പോവാം. നല്ലൊരു സ്പേസ് തന്നെയുണ്ട് കേട്ടോ. സ്പേസ് അടിയിൽ സ്റ്റെപ്പിന് നമുക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള നല്ലൊരു സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് പൊതുവേ. അപ്പോൾ ഇത്രയൊക്കെയാണ് പുറത്തുനിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് മെല്ലെ ഉള്ളിലേക്ക് കയറാം. അതുകൂടാതെ ഡ്രൈവിങ് ചെയ്ത് നമുക്ക് പറയണം നിങ്ങളോട് എൻ്റെ ഒരു എങ്ങനെയാണ് വണ്ടിയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ എൻജിൻ കപ്പാസിറ്റി ഒക്കെ നിങ്ങളോട് പറയണം. അപ്പോൾ നമുക്ക് തൽക്കാലം പുറത്തെ കാഴ്ചകൾ കണ്ട സ്ഥിതിക്ക് ഇനി ഉള്ളിലേക്ക് കയറാം. ാണ് ഇരിക്കുന്നത്. വണ്ടി ഉള്ളിൽ കയറി തന്നെ എന്താ പറയുക, നല്ലൊരു ഇന്ത്യയിലാണ് കേട്ടോ ഉള്ളിൽ മൊത്തം ഒരു സെറ്റ് ചെയ്ത് കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ തുടങ്ങുകയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങണം. ഈ ഭാഗത്ത് നിന്ന് തുടങ്ങണം. AC-യുടെ സ്വിച്ചുകൾ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളിവിടെ സ്റ്റിക്കർ വർക്കായിരിക്കും വരിക, പക്ഷേ ഇതിനുള്ളിൽ തന്നെ നമ്മുടെ AC-യുടെ കൺട്രോളിൻ്റെ ഒരു ഡിസ്പ്ലേ പോലെ ഇതിനുള്ളിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല വലിപ്പം കൂടിയ ഒരു LCD കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ AC-യുടെ ഗ്രില്ലുകൾ, വിൻഡോ ഗ്രില്ലുകളെല്ലാം നല്ല മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഏകദേശം പറയുന്ന XUV-കൾക്ക് എല്ലാം എന്ന് വെച്ചാൽ കിഗർ, അതുപോലെ തന്നെ നെക്സോൺ, മാഗ്നറ്റ്, ഇതിൻ്റെയൊക്കെ ഏകദേശമൊക്കെ AC ഗ്രില്ലുകളൊക്കെ അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗമൊക്കെ ഏകദേശമൊക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഗിയർ ലിവർ കണ്ടാൽ അറിയാം, എല്ലാ നോർമൽ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് വരുന്ന പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സ്പോർട്സ് മോഡ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇല്ല, സൈഡിൽ എഴുതിയിട്ടില്ല അവർ. അതിന് പകരം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയിൽ തെളിയും സ്പോർട്സ് മോഡ് ഓൺ ആണെന്നുള്ളത്. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. പക്ഷേ എനിക്കൊരു പോരായികയായിട്ട് തോന്നിയത് വണ്ടിക്ക് ഇത്രയും അത് ടോപ്പ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാണ് എങ്കിൽ കൂടി അവരൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തില്ല. ഇത് എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുക്കായിരുന്നു അവർക്ക് വേണമെങ്കിൽ, അതവർ ചെയ്തിട്ടില്ല. അതൊരു വലിയ പോരായികയായിട്ട് തന്നെ നമ്മൾ കമ്പനിയോട് പറയുക തന്നെ വേണം. കാരണം ഹാൻഡ് റെസ്റ്റ് കൂടി ഉണ്ട്, അതിൻ്റെ കുറച്ചും കൂടെ അത് വന്നാണ്. ഇത്രയും ടോപ്പ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹാൻഡ് റെസ്റ്റൊക്കെ അവർക്ക് അതിന് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റ്, ഒരു ക്രീം കളറുമായിട്ടുള്ള ഡാഷ്ബോർഡാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഇവിടെയാണ് ഓണും ഓഫും സ്റ്റാർട്ടും സ്റ്റോപ്പും സ്വിച്ച് വന്നിരിക്കുന്നത്. എൻജിൻ ഇതിൻ്റെ സ്വിച്ച് വന്നിരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവേ ഇപ്പം ഞാൻ പറഞ്ഞ കിഗർ, നെക്സോൺ, ഇതിൻ്റെ എല്ലാം സ്റ്റിയറിങ് ഇതുപോലെ തന്നെയാണ് വരുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. ഈ 2-3 വണ്ടികൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാ വണ്ടികൾക്കും, ഈ 3 വണ്ടികൾക്ക് ഏകദേശം ഒരേപോലത്തെ ഒരു സ്റ്റിയറിങ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൽ തന്നെ അവർ വോളിയം കൺട്രോള്, ഫോണ്, മറ്റുള്ള കാര്യങ്ങളെല്ലാത്തിൻ്റെയും സ്വിച്ചുകൾ ഇവിടെ തന്നെ നൽകിയിരിക്കുന്നുണ്ട്. 2 സൈഡിൽ നൽകിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് സ്വിച്ച് ഞെക്കുമ്പോൾ തന്നെ വരുന്നതൊരു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. അതിൽ നമുക്ക് കണ്ടറിയാം ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ടെമ്പറേച്ചർ മീറ്ററാണ്, സെൻട്രലായിട്ട് സ്പീഡ് മീറ്ററും വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് റൗണ്ടിൽ സ്പീഡോമീറ്ററിൻ്റെ സ്പീഡ് കാണിക്കുന്നതിൻ്റെ മുകളിലായിട്ട് റൗണ്ടിലാണ് RPM-ൻ്റെ മീറ്റർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഫ്യൂൽ മീറ്ററും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് വണ്ടി. ഇപ്പോൾ കണ്ടോ RPM-ൻ്റെ മീറ്റർ വർക്ക് ചെയ്യുന്നത് കണ്ടോ. എന്തായാലും ഫുള്ളി ഞാൻ അങ്ങനെ അധികം നമ്മൾ മറ്റുള്ള വണ്ടികളിലൊന്നും അങ്ങനെ ഈ ഒരു ഡിസ്പ്ലേ മോഡൽ കണ്ടിട്ടില്ല. എന്നാലിപ്പോൾ നെക്സോൺ ആണെങ്കിലും അതുപോലെ തന്നെ കിഗർ ആണെങ്കിലും നോർമലി ഉള്ള ഒരു ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് കളർഫുള്ളാക്കിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നല്ലത് തന്നെ പറയാം.
ഗിയർ ലെവൽ തന്നെ പാർക്കിംഗ് ഉണ്ട്, റിവേഴ്സിൻ്റെ ന്യൂട്രൽ ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, അതുപോലെ തന്നെ ലോ ഉണ്ട്. ഇത്തിരി നമ്മളെന്തെങ്കിലും കുറച്ച് കട്ടി കൂടിയ അല്ലെങ്കിൽ ഇത്തിരി ഹൈറ്റ് നമുക്കിപ്പോൾ കയറാത്ത സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ലോ ഗിയറിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പവർ കൂടിയ ഗിയറാണ്. സ്പോർട്ടി മൂഡ് നമ്മൾ പറഞ്ഞാൽ സ്പോർട്സിൻ്റെ മൂഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ താഴത്താണ് വരുന്നത്. ഇതൊരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് ഓൺ ആവും. വീണ്ടും ഒന്നും കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോർട്സ് മോഡ് ഓഫ് ആവും. ആണ് ഗിയർ ലെവർ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ ബോട്ടിലൊക്കെ വെക്കാനുള്ളൊരു സ്പേസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യം. കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ സമയത്ത് നമുക്ക് വളരെ സൗകര്യപ്രദമാണ് ഈ ഓട്ടോമാറ്റിക് ഗിയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗിയർ മാറി ബ്ലോക്കിൽ ഒക്കെ നമുക്ക് ആകെ വശക്കേടായി പോകും. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ട്രാഫിക്കിലൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് ഒരു കുറച്ചൊരു മീഡിയം സെഗ്മെൻറ്റിലൊക്കെ ഉള്ള വണ്ടികൾക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറ്റത്തൊക്കെ നിർത്തി ബ്ലോക്കിലൊക്കെ നിർത്തി എടുക്കുന്ന സമയത്ത് വണ്ടി പുറകോട്ട് ഇറങ്ങി പോകുന്നൊരു പ്രശ്നമുണ്ട്. കമ്പനി പറയണത് ഈ വണ്ടി 1 ഇഞ്ച് പോലും പുറകോട്ട് ഇറങ്ങാതെ തന്നെ മുമ്പോട്ട് പോകുന്നതാണ് പറയണത്. അപ്പോൾ അത് നമ്മളത് ബ്രേക്കിന് കാലം എടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചില വണ്ടികളൊക്കെ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ കുറച്ച് പുറകോട്ട് ഇറങ്ങാറുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് തുടക്കക്കാർക്കൊക്കെ ഒരുപാട് പറ്റാറുണ്ട്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫ്ലാറ്റ് ആയിട്ടുള്ളത്. നമുക്ക് കാല് വയ്ക്കാനോ 3 പേർക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുവിധം നമുക്ക് ഫുഡ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സുഖമായിട്ട് ലാവിഷായിട്ട് ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലക്കുറവൊന്നും അങ്ങനെ പറയത്തക്കായിട്ടില്ല. സുഖമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാം. നല്ല വിശാലമായിട്ടുള്ള സ്ഥലം തന്നെ ബാക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കമ്പനി. സൈഡിലെ ഡോർ പേഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇടയ്ക്ക് അവരൊരു ഫാബ്രിക് തുണിയുടെ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തിരിയും കൂടെ ഒരു ഇത് നമുക്ക് കൈയൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു സുഖമായിട്ട് വെക്കാനൊക്കെ പറ്റും. മറ്റേത് അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വരുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് 100 bhp 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ ടെർബോ എഞ്ചിനാണ്. നമ്മൾ പ്രത്യേകിച്ച് പുതിയ വണ്ടികളൊക്കെ എടുക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരു ബേസ് മോഡലൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ കൂടിയും അവർ പറയുന്നതെന്ന് വെച്ചാൽ ടെർബോ എഞ്ചിൻ അല്ലാത്ത എഞ്ചിൻ ഉണ്ട്, അതുകൊണ്ട് അതിന് വില കുറവാണ്, 1.5 ലക്ഷം 2 ലക്ഷം രൂപ വില കുറവാന്ന് പറയും. പക്ഷേ ഒരിക്കലും നമ്മളത് എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ നമുക്കത് ഓടിക്കും ടെർബോയും അല്ലാത്ത എഞ്ചിൻ ഓടിക്കുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയൊരു വ്യത്യാസമാണത്. നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ഓടിക്കാനുള്ള സുഖത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതൊരു വലിയ മാറ്റമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ടെർബോ അല്ലാത്ത എഞ്ചിൻ പരമാവധി നമ്മൾ എടുക്കാതിരിക്കാൻ നോക്കുക. നമ്മൾ എന്തായാലും പുതിയ വണ്ടിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ടെർബോ എഞ്ചിൻ തന്നെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിന് നമുക്ക് ആ ടെർബോ എഞ്ചിൻ ഓടിക്കുമ്പോൾ ഒരു ഫീലും അല്ലെങ്കിൽ മൈലേജും വണ്ടിയുടെ ഒരു പവറും എല്ലാം വളരെ മാറ്റമാണ്. ചിലപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ലാഭം എന്നല്ല, അത് പിന്നീട് നമുക്കതൊരു തീർക്കാൻ പറ്റാത്ത ഒരു അപാകതയായിട്ട് നമുക്ക് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം പറഞ്ഞാൽ മറ്റുള്ള ഇന്ത്യയിലെ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിടിപ്പിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും എഞ്ചിൻ മാത്രം നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. പൊതുവെ അത് വില കുറവാണ്. പിന്നെ കമ്പനി ടെർബോ അല്ലാത്ത എഞ്ചിൻ ഇറക്കാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബേസ് മോഡലിൽ ഇത്ര രൂപ 5 ലക്ഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊരു പരസ്യം ചെയ്യാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അവർ അങ്ങനെയുള്ള എഞ്ചിനൊക്കെ ഇറക്കണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയി ചാടാതിരിക്കുക. അപ്പോൾ അത് ആ എഞ്ചിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വളരെയധികം പോരായ്മകളുണ്ട് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഈ സന്ദർഭത്തിൽ നമ്മൾ നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ എല്ലാവരും സേഫ്റ്റി ആയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുക. പാർക്കിംഗ് കിടക്കുന്നുണ്ട് വണ്ടി. പാർക്കിങ്ങിൽ ഇട്ടതിന് ശേഷം ചാവി ഉള്ളിൽ തന്നെ ഉണ്ടാവണം. മറ്റേ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കുമ്പോൾ ഉള്ളിലില്ലെങ്കിൽ വർക്കാവില്ല. അപ്പോൾ ഉള്ളിൽ വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി ഡിസ്പ്ലേ ഒക്കെ ഓൺ ആയിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഡ്രൈവിലേക്ക് ഇട്ടു. താരതമ്യേന എടുക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫീലാണ് കേട്ടോ വണ്ടി ഓടിക്കാനായിട്ട്. നല്ലൊരു വലിയ ജർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നോയ്സിൻ്റെ പ്രശ്നം അത്ര പറയത്തക്കായിട്ടൊന്നുമില്ല. നല്ല സ്മൂത്താണ് വണ്ടി. എഞ്ചിനും നല്ല പുള്ളിങ് ഉണ്ട്. നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ തന്നെ അറിയാം വണ്ടി നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് കാല് കൊടുക്കുമ്പോൾ കയറുന്നുണ്ട്.
അതുപോലെ തന്നെ വലിയ ജെർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. നല്ല സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് ആണ്. സ്റ്റിയറിങ്ങിന് ലേശം ബലം വരുന്നുണ്ടോ താരതമ്യേന. ഞാൻ കിഗറും നിസാനും നെക്സോണും ഓടിച്ചിട്ടുണ്ട്. അതിൽ കിഗർ വളരെ ഫ്രീ ആണ് കേട്ടോ. അതിൻ്റെ സ്റ്റിയറിങ് ഭയങ്കര ഫ്രീ ആണ്. കുറച്ച് അതിനെ വെച്ച് നോക്കുമ്പോൾ ലേശം ഒരു ടൈറ്റ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും നല്ല ഫീലാട്ടോ വണ്ടി ഓടിക്കാനായിട്ട്. നല്ല പവർ ഉണ്ട്. നമ്മൾ വലിയ നോയ്സ് ഒന്നും ഉള്ളിലേക്ക് വരുന്നില്ല. പൊതുവേ നല്ലൊരു പെർഫോമൻസ് തന്നെ വണ്ടി നമുക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു XUV എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് XUV തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് പൊതുവേ അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനെ അപേക്ഷിച്ച് നമ്മൾ കുറച്ച് ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീല് മാത്രമല്ല, ഹൈറ്റ് തന്നെയാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എത്ര സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ഈ XUV ഒക്കെ ഓടിച്ചതിന് ശേഷം നമ്മൾ കാറുകളിലൊക്കെ കയറുമ്പോൾ നമ്മളിരിക്കുമ്പോൾ ഒരു കംഫർട്ടാണോ എന്ന് നമുക്ക് തോന്നും. കാരണം പറഞ്ഞാൽ അത്രയ്ക്കും ചെറിയൊരു വാഹനം ഇരിക്കുന്ന തോന്നും. ഇതിലാകുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു ഇതുണ്ട്. പിന്നെ ലെഗ് സ്പേസ് എന്നൊക്കെ പറയാനായിട്ട് ഫ്രണ്ടിൽ ആവശ്യത്തിനധികം ഉണ്ട് കേട്ടോ. ആവശ്യത്തിനധികം ഉണ്ട്. പിന്നെ മറ്റുള്ള നമുക്ക് കുറച്ചും കൂടെ ഒരു കാറിൻ്റെ പോലെ തന്നെ ഇത് കാണാം. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഇതുണ്ട്. മറ്റേ നെക്സോണും കിഗറുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫ്രണ്ട് ബോണറ്റ് കുറച്ചും കൂടെ താഴേക്ക് ചെരിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ടുള്ള ഡ്രൈവിങ് സാധ്യമാവും. അതുകൊണ്ട് വണ്ടി നമുക്ക് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടിരുന്ന് ഓടിച്ചുകൊണ്ട് പോകാം. നമുക്ക് വേറെ ഗിയർ ഷിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് സുഖമായിട്ട് നല്ല റെസ്റ്റ് എടുത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിസാൻ്റെ മാഗ്നറ്റ് ഓട്ടോമാറ്റിക് CVT മോഡലിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ വണ്ടി നമ്മൾ ഉപയോഗിച്ച് നോക്കി. നല്ല വണ്ടിയാണ്. ഒന്നും വലിയ കുറ്റങ്ങളൊന്നും നമുക്ക് അതിനകത്ത് പറയാനില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു ഡ്രൈവിംഗാണ് വണ്ടി കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം. ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഒന്നും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ എല്ലാ വിജയത്തിനും പുറകിലുള്ളത്. നമ്മുടെ ചാനലൊക്കെ നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം. അപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ പറയാറുണ്ട്, കുറച്ച് വണ്ടിയുടെ റിവ്യൂ ഒക്കെ ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റിവ്യൂ ചെറുതായിട്ടൊക്കെ ഒന്ന് തുടങ്ങി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനിടയ്ക്കൊന്ന് ഒരു സ്റ്റാൻഡൊക്കെ ആയി വരുന്നുള്ളൂ. എങ്കിലും നിങ്ങൾ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.